everyone, welcome to Exam While Learning. നമ്മൾ മിഷൻ ഒളിമ്പ്യാഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ കെമിസ്ട്രിയിൽ തന്നെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേ ചാനലിൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കാണുക. തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന ലെവലിലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കൂളിലെ എക്സാം സ്വാഭാവികമായിട്ടും ഈസി ആകും. കാരണം അതിനേക്കാളും ഹയർ വേർഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഈ പറഞ്ഞ ഒളിമ്പ്യാഡ്സിന് വരാറുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പഷൻ അല്ലെങ്കിൽ ബേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. രോഹിത് സ്റ്റഡീഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫ്യൂ കോമൺ സബ്സ്റ്റൻസസ് ആൻഡ് റെക്കോർഡഡ് ഹിസ് ഒബ്സർവേഷൻ ഇൻ ദ ഗിവൺ ടേബിൾ. അപ്പോൾ രോഹിത്തിൻ്റെ ചില മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ആ 5 മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കാണാം. അത് കമ്പസ്റ്റബിൾ ആണോ അല്ലയോ എന്നും അതിൽ നിന്നും ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ രോഹിത് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ചില ഒബ്സർവേഷൻസ് ഇൻകറക്റ്റ് ആണ്. ഏതെല്ലാമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്നാണ്. ഇപ്പൊ കാൻഡിൽ നമുക്കറിയാം കമ്പസ്റ്റബിൾ ആണ്, ഇറ്റ് പ്രൊഡ്യൂസ് ഫ്ലെയിം അല്ലേ, അത് കറക്റ്റ് ആണ്. കോൾ കമ്പസ്റ്റബിൾ അല്ല എന്ന് കൊടുത്തുള്ളത്. കോൾ നമുക്കറിയാം ഒരു കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റന്റ് ആണ്. പക്ഷേ കോള് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലെയിം ഉണ്ടാവാറില്ല. കാരണം കോൾ ഒരു സോളിഡ് ആണ്. സാധാരണഗതിയിൽ ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ വേപ്പറൈസ് ചെയ്യുകയും അത് ഫ്ലെയിംസ് ഉണ്ടാക്കുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പക്ഷേ കോൾ കമ്പസ്റ്റബിൾ ആണ്, ഫ്ലെയിം ഉണ്ടാക്കൂല. എന്നാൽ മഗ്നീഷ്യം റിബൺ രണ്ടുമില്ല എന്നാണ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് അല്ലേ. നമുക്കറിയാം മഗ്നീഷ്യം റിബൺ കത്തിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവാറുള്ളത്? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഹീറ്റ് ഉണ്ടാകും, ലൈറ്റ് ഉണ്ടാകും. നല്ല വൈറ്റ് ആയിട്ടുള്ള ഫ്ലെയിമാണ് മഗ്നീഷ്യം റിബൺ കത്തിച്ചാൽ ഉണ്ടാവുക. സോ കമ്പസ്റ്റബിളുമാണ്, അതേപോലെ ഫ്ലെയിം ഉണ്ടാക്കുന്നുണ്ട്. ക്യാംഫർ കമ്പസ്റ്റബിൾ ആണ്, അത് കറക്റ്റ് ആണ്. എന്നാൽ ക്യാംഫർ ഫ്ലെയിം ഉണ്ടാക്കുന്നില്ല എന്നാണ് കൊടുത്തത്. ക്യാംഫർ ഫ്ലെയിം ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോ കളറായിട്ടുള്ള ഫ്ലെയിം ആണ് ക്യാംഫർ ഉണ്ടാക്കുന്നത്. പെട്രോള് രണ്ടും കറക്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2, 3, 4 ഓപ്ഷൻ ബി ആയിരിക്കും ഇതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അഥവാ നമ്മുടെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയുന്ന സിലബസ് തന്നെ അല്ലെങ്കിൽ അറിയുന്ന ടോപ്പിക്ക് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഹയർ വേർഷനിൽ ഒരു ഒളിമ്പ്യാഡ് ലെവലുള്ള ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമുക്ക് വളരെ പരിചയമായിട്ടുള്ള നമ്മുടെ പോളിമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫൈബേഴ്സ് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്സ് ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫ്യൂ പോളിമേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ പ്രോപ്പർട്ടി ആസ് ഫോളോ. അപ്പോൾ ഇവിടെ 3 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഡാക്രോൺ, അക്രിലിക്, നൈലോൺ, ജ്യൂട്ട്. ഇത് 3ആണ് എന്ത് ഗ്രൂപ്പ് 1-ലുള്ളത്. ഗ്രൂപ്പ് 2-ൽ PVC, മെലാമിൻ, ടെഫ്ലോൺ ഒക്കെയാണുള്ളത്. ഗ്രൂപ്പ് 3-ൽ പോളിക്കോട്ട്, ടെറിവൂൾ, അക്രിലിക് ആണ്. എന്നിട്ട് ചൂസ് ദ ഓഡ് വൺ ഔട്ട് ഇൻ ഗ്രൂപ്പ് 1, 2, 3. ഈ 1, 2, 3 ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും ഒരാൾ ഓഡ് വൺ ഔട്ടാണ്. അയാളെ കണ്ടെത്തിക്കാണ്ട് നമ്മൾ കറക്റ്റ് ആൻസർ നോക്കാനാണ്. നോക്കിയടാ, ഡാക്രോൺ, അക്രിലിക്, നൈലോണ്, ജ്യൂട്ട്. ഇതിൽ കണ്ടെത്തി മനസ്സിലാക്കാം ജ്യൂട്ടാണ്. കാരണം ബാക്കിയുള്ള 3 പേരും നമുക്കറിയാം സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ്. ജ്യൂട്ട് മാത്രമാണ് എന്തുള്ളത് നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജ്യൂട്ടാണ് ഓഡ് വൺ. ഇനി PVC, മെലാമിൻ, ടെഫ്ലോൺ. നോക്കൂ, എന്താ നമുക്ക് കാണുന്നത്? PVC പോളിവിനൈൽ ക്ലോറൈഡ്, മെലാമിൻ, ടെഫ്ലോൺ. മക്കളെ ഇതിൽ ആൻസർ മെലാമിൻ ആണ് വരിക. എന്തുകൊണ്ട്? PVCയും ടെഫ്ലോണും നമുക്കറിയാം തെർമോപ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നമുക്ക് ഹീറ്റ് ചെയ്ത് കണ്ട് ഷേപ്പ് മാറ്റാൻ പറ്റും. എന്നാൽ മെലാമിൻ നമുക്കറിയാം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിലാണ് ആര് വരുന്നത്? മെലാമിൻ വരുന്നത്. ഓക്കെ, ഇനി നോക്കിയാ മക്കളെ ഗ്രൂപ്പ് 3-ൽ ആരൊക്കെയായിട്ടുള്ളത്? പോളിക്കോട്ട്, ടെറിവൂള്, അക്രിലിക്. ഇതിൽ ആരാടാ ഓഡ് വൺ ആയിട്ടുള്ളത്? നമുക്കറിയാം ഈ പറഞ്ഞ പോളിക്കോട്ട് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ്? 2 സബ്സ്റ്റൻസുകൾ ചേർന്നതാണ്. ആരൊക്കെയാണ്? പോളിസ്റ്ററും കോട്ടണും അല്ലെ, ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫൈബറാണിത്. ടെറിവൂൾ അല്ലെ, ടെറിലീനും അതേപോലെ തന്നെ വൂളും കൂടി ചേർന്നാണ്. ഒരാൾ സിന്തറ്റിക് ആയിരിക്കും, ഒരാൾ നാച്ചുറൽ ആയിരിക്കും. അങ്ങനെയാണ് ബ്ലെൻഡഡ് ആക്കുന്നത്. എന്നാൽ അക്രിലിക് നമുക്കറിയാം ബ്ലെൻഡഡ് അല്ല, അത് എന്താണ് കംപ്ലീറ്റ്ലി സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബറാണ്. അപ്പോൾ ഇതിൽ ആരാ വരിക? അക്രിലിക് ആയിരിക്കും വരിക. നോക്കിക്കേ, ജൂട്ട് അതേപോലെ തന്നെ മെലാമിൻ, അക്രിലിക്. ജൂട്ട്, മെലാമിൻ, അക്രിലിക്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി ആയിരിക്കും
ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കൃത്യമായിട്ട് ആരൊക്കെയാണ് ഫൈബേഴ്സ്, ആരൊക്കെയാണ് പ്ലാസ്റ്റിക്, അതിൽ തന്നെ സിന്തറ്റിക്കും അതേപോലെ തന്നെ നാച്ചുറലും, ഇതൊക്കെ തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം അറിയുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ്, പ്രത്യേകിച്ച് ഒളിമ്പ്യാഡ് പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുകളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിലുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ ചിന്തിക്കാൻ, അതേപോലെ തന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള എക്സാമുകൾ എഴുതാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്